പ്രണവേട്ടൻ്റെ കഴുത്തിലുള്ള അതുപോലത്തെ ചെറിയ ടാറ്റു അവളും അടിച്ചിട്ടുണ്ട്. പോരാത്തതിന് അവരുടെ ഈ പ്രണവേട്ട എന്നുള്ള വിളി. ആരാ ഇവൾ? ആരാ ഇത്? ഞാൻ പതിയെ ഋഷിയോട് ചോദിച്ചു. ആരാ? അതല്ല ഞാനും നിന്നോട് ചോദിച്ചത്, ആരാ എന്ന്. അതല്ല ഏട്ടത്തി, ഞാനും പറഞ്ഞത് ആര്യ എന്ന്. ആര്യ? ആ മോളെ ഗായത്രി, ഇത് ആര്യ. അമ്മ അവളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഏതോ ഒരു വകയിലുള്ള ബന്ധുവിൻ്റെ മകളാണെന്നും മനസ്സിലായി. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നതാണെന്നും മനസ്സിലായി. അപ്പോൾ ഒരു പാതി സമാധാനമായി. പ്രണവേട്ടൻ്റെ പഴയ കാമുകിയൊന്നും അല്ലല്ലോ. അതോ ഇനിയാണോ? കല്യാണം എന്താ ആരോടും പറയാതെ പെട്ടെന്ന് നടത്തിയത്? ആ സാധനം എന്നെ ഇടയ്ക്ക് നോക്കി പ്രണവേട്ടന് ചോദിച്ചപ്പോഴും ആ ശബ്ദത്തിൽ നിഴലിച്ചു നിന്നത് സങ്കടം ഞാൻ അറിയാതെ പോയില്ല. ആ സമയമായപ്പോൾ ആ ചടങ്ങ് നടന്നു. ആരെയും അങ്ങനെ അറിയിക്കാൻ പറ്റിയില്ല. അമ്മ പറഞ്ഞു, ഇപ്പോൾ അമേരിക്കയിൽ ബോംബ് സ്ഫോടനമൊന്നും ഇല്ലേ? അതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരാളെ എവിടെയുള്ളൂ, ഋഷി. ആ ആര്യ അവനൊന്ന് തറപ്പിച്ചു നോക്കി. ഞാൻ അപ്പോഴും നോക്കിയത് പ്രണവേട്ടൻ്റെ മുഖത്തായിരുന്നു. ആ മുഖത്ത് പതിവ് പോലെ ഒരു ഭാവവും ഇല്ല. ഒന്നും പറയാതെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ആ എന്തായാലും ഇനി ബാക്കി വിശേഷമൊക്കെ നാളെ പറയാം. എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. നോ, ഞാൻ ഇന്ന് വന്നതല്ലേ, ആർക്കും ഇന്ന് ഉറക്കമില്ല. അതറിയാം, എല്ലാവരുടെയും ഉറക്കം കെടുത്താൻ വന്നതാണെന്ന് വീണ്ടും ഋഷി പറഞ്ഞു. അവൾ അവനെ വകവയ്ക്കാതെ വീണ്ടും സംസാരിച്ചു. നമ്മളെല്ലാവരും ഇപ്പോൾ പുറത്തു പോകുന്നു. പുറത്തു പോകുന്നതൊക്കെ നാളെ ആവാം മോളെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുന്നു. അവളുടെ തീരുമാനം ആർക്കും അത്ര രസിച്ചില്ല, പ്രത്യേകിച്ചും ഈ എനിക്ക്. ആ സെക്കൻഡ് ഷോക്ക് ടൈം ആകുന്നതല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ പോകുന്നു. ഞങ്ങളില്ല മക്കളെ, നിങ്ങളെല്ലാവരും പോയിട്ട് വാ. അച്ഛനും അമ്മയും ഒഴിഞ്ഞു. ഞാനും ഇല്ല. രോഹിണി ചേച്ചിയായിരുന്നു പറഞ്ഞത്. എനിക്ക് തലവേദന എടുക്കുന്നു. ഞാനും ഇല്ല. ഋഷിയും ഒഴിഞ്ഞപ്പോൾ ഞാനും അടുത്തത് പറഞ്ഞു. ഞാനും ഇല്ല. സ്വാതി നേരത്തെ കിടന്നിരുന്നു. അതെന്തായാലും നന്നായി. ഓക്കെ, എന്നാ നിങ്ങൾ ആരും വരണ്ട, നമുക്ക് പോകാം. അവൾ പ്രണവേട്ടനെയും പ്രവീണേട്ടനെയും നോക്കി പറഞ്ഞു. നാളെ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാനും ഇല്ല. പ്രവീണേട്ടനും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വലിയ സങ്കടമൊന്നുമില്ല, എന്നാൽ ഒരു സന്തോഷവും ഉണ്ട്. എന്നാൽ ഞാനും പ്രണവേട്ടനും പോയിട്ട് വരാം. അത് കേട്ടതും റൂമിൽ കിടക്കാൻ പോയ ഋഷി അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഏട്ടത്തി, എന്താ ഈ നിൽക്കുന്നേ? പെട്ടെന്ന് പോയി റെഡിയായി വാ. നമ്മളെല്ലാവരും സിനിമയ്ക്ക് പോകുന്നു. നീയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞത്? ആര്യ മുറുമുറുത്തോണ്ട് ചോദിച്ചു. എന്നാൽ കേട്ടോ, ഞാൻ വരുന്നു. ഞാൻ മാത്രമല്ല, ഗായത്രി ഏട്ടത്തിയും പ്രവീണേട്ടനും വരുന്നു. അയ്യോ ഞാനില്ലടാ, എനിക്ക് മീറ്റിംഗ്. പ്രവീണേട്ടന് പറയാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഋഷി പറഞ്ഞു. മീറ്റിംഗ് ചെയ്യാനുള്ളവരെയൊക്കെ വീട്ടിൽ വന്ന് നാളെ മീറ്റ് ചെയ്തോളൂ. രോഹിണി ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവസാനം ഞാനും പ്രണവേട്ടനും പ്രവീണേട്ടനും പിന്നെ എല്ലാത്തിനും ഉപരി ഋഷിയും സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങി. സാരി ഒന്നും എടുത്തു കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ചുരിദാറും ഇട്ട് ഞാൻ താഴെ വന്നു. അപ്പോഴും ഋഷി നേരത്തെ കണ്ട വേഷത്തിൽ തന്നെ ഇരിക്കുന്നു. നീ എന്താ ഡ്രസ്സ് മാറുന്നില്ലേ? പിന്നെ തിയേറ്ററിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നിടത്തല്ലേ ഇനി കോട്ടും സൂട്ടും ഇട്ട് പോകുന്നത്? അപ്പോൾ പ്രണവേട്ടനും പ്രവീണനും പുറത്ത് കാറിൻ്റെ സൈഡിൽ നിൽക്കുന്നു. രണ്ടുപേരുടെ മുഖത്തും ഒട്ടും താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആര്യ ഇറങ്ങി വന്നു. അവളെ കണ്ട് ഒരു നിമിഷം ഞാൻ പോലും അറിയാതെ വാ തുറന്നു പോയി. അവളുടെ സൗന്ദര്യം കണ്ടല്ല. ഇതെന്താടി, നീ പ്രകാശം പരത്താൻ പോകുന്നോ? അവളുടെ വെട്ടിത്തിളങ്ങുന്ന ഡ്രസ്സ് കണ്ട് ഋഷി പറഞ്ഞു. അവൾ വീണ്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോയി. അവളെ കണ്ടപ്പോൾ എനിക്കുണ്ടായ അതേ മുഖഭാവം തന്നെ ഇപ്പോൾ പ്രവീണേട്ടനും. പ്രണവേട്ടനും ഒന്നും മൈൻഡ് ചെയ്യാതെ ഫോണും കുത്തി നിൽക്കുന്നു. ഞങ്ങളും അവരുടെ അടുത്തേക്ക് പോയി. കൊള്ളാമോ പ്രണവേട്ട? ഡ്രസ്സ് ചൂണ്ടി അവൾ ചോദിച്ചപ്പോൾ ഏട്ടൻ ആദ്യം നോക്കിയത് എന്നെയായിരുന്നു. എന്നെ നോക്കിയതിന് ശേഷം പിന്നെ ഒന്നും പറയാതെ ഋഷിയുടെ കയ്യിൽ നിന്ന് ഏട്ടൻ കാറിന് കീ വാങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഉടനെ ആര്യ ഫ്രണ്ടിൽ കയറാൻ തുടങ്ങിയതും ദേ നിന്റെ ഡ്രസ്സിൽ ചിലന്തി. അത് കേട്ടതും അവൾ കിടന്ന് പേടിച്ച് തുള്ളാൻ തുടങ്ങി. ഞാൻ ഒട്ടും സമയം കളയാതെ നേരെ ഫ്രണ്ട് സീറ്റിൽ കയറി. പ്രവീണേട്ടനും ഋഷിയും പിന്നിൽ കയറി. കിടന്ന് തുള്ളാതെ കയറാൻ നോക്ക് പെണ്ണെ. ഋഷി അവളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും കാറിൽ കയറിയ കാര്യം അവൾ കണ്ടത്. അവൾ എന്നെ ഒന്ന് തറപ്പിച്ച് നോക്കിയതിന് ശേഷം പിന്നിൽ കയറി. ഞാൻ അതിനെ മൈൻഡ് ചെയ്യാനും പോയില്ല. യാത്രയിലുടനീളം റേഡിയോ പോലെ അത് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. കൂടുതലും പ്രണവേട്ടനോടായിരുന്നു അവൾ ചോദിച്ചത്. റോഡ് നല്ല തിരക്ക് കുറവുണ്ടല്ലേ പ്രണവേട്ട? രാത്രി പിന്നെ തിരക്ക് കുറവ് കാണാതിരിക്കുമോ? പ്രണവേട്ടനല്ല മറുപടി പറഞ്ഞത്, ഋഷിയായിരുന്നു. കമ്പനി എങ്ങനെ പോകുന്നു പ്രണവേട്ട? വളരെ നല്ല രീതിയിൽ പോകുന്നു. അതും ഋഷി തന്നെയാണ് പറഞ്ഞത്. നിന്നോടല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ആരോട് ചോദിച്ചാലും എന്താ നിനക്ക് ഉത്തരം കിട്ടിയാൽ പോരെ? അതും പറഞ്ഞ് അവളുടെ വാ അടപ്പിച്ചപ്പോഴും ഒന്നും അറിയാതെ കാറിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പ്രവീണേട്ടൻ. തിയേറ്റർ എത്താറായപ്പോൾ പ്രവീണേട്ടനെയും വിളിച്ചെണിപ്പിച്ച് ഞങ്ങൾ അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ തന്നെ ആദ്യം പ്രവീണേട്ടൻ പോയിരുന്നു. അടുത്തത് പ്രണവേട്ടൻ. അടുത്തത് ഞാൻ പോകാൻ തുടങ്ങിയതും ആ മൂഷാട്ട എന്നെ തട്ടിമാറ്റി പ്രണവേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ഋഷിയെ നോക്കി. ഇൻ്റർവ്യൂ വരെ ഒന്ന് സമാധാനപ്പെടുക ഏട്ടത്തി. അവൻ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാതെ ഞാൻ അവളുടെ അടുത്തായിരുന്നു. അവസാനം ഋഷിയും ഇരുന്നു. സിനിമ തുടങ്ങിയെങ്കിലും എൻ്റെ ശ്രദ്ധ സ്ക്രീനിലല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ദിശയിൽ നോക്കിക്കൊണ്ടേയിരുന്നു.
അവൾ പതിവ് പോലെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പ്രണവേട്ടൻ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും എനിക്കൊരു സമാധാനമില്ലായിരുന്നു. അപ്പോഴാണ് ഒരു കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടത്. പ്രവീണേട്ടൻ അങ്ങ് അറ്റയല്ലേ കിടന്നുറങ്ങുന്നത്, പിന്നെ എങ്ങനെ ശബ്ദം ഇങ്ങ് കേൾക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന് ഒരുത്തൻ സുഖമായിട്ട് ഉറക്കം. ഞാൻ അവൻ്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. അമ്മേ. അമ്മയല്ല, ഞാനാ ചവിട്ടിയത്. എൻ്റെ ഏട്ടത്തി, ഇഞ്ചർവെല്ലെന്നായിക്കോട്ടെ എന്നവൻ പറഞ്ഞ് നാവെടുത്തതും ഇഞ്ചർവെല്ലിന് സൂചകമായി അവിടെ വെട്ടം പരന്നു. പ്രണവേട്ട, വീട്ടിൽ നിന്നും എൻ്റെ ഫോണിൽ വിളിച്ചായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ചേട്ടനൊന്ന് തിരിച്ചു വിളിച്ചു നോക്കിയേ. അവൻ പറഞ്ഞപ്പോൾ വിളിക്കാമെന്ന രീതിയിൽ തലയാട്ടി ഫോണും കൊണ്ട് ഏട്ടൻ പുറത്തുപോയി. അതിൻ്റെ പിന്നാലെ ആ പെണ്ണും, അവൾക്ക് പിന്നാലെ ഞങ്ങൾ രണ്ടാളും. പുറത്തിറങ്ങിയപ്പോൾ ഏട്ടൻ മാറിയിന്ന് ഫോൺ വിളിക്കുന്നു. ആ പെണ്ണ് കുറച്ച് സമയം പ്രണവേട്ടൻ്റെ അടുത്ത് നിന്നതിന് ശേഷം എന്തോ കഴിക്കാൻ വാങ്ങിക്കാൻ സ്റ്റോറിൽ പോയി. അപ്പോൾ ഞങ്ങൾ പ്രണവേട്ടൻ്റെ അടുത്തും. പ്രണവേട്ടൻ ഫോൺ വെച്ച് എന്തോ അവനോട് പറയാൻ തുടങ്ങിയതും പ്രവീൺ ചേട്ടൻ, അവൻ ഭയം കൊണ്ട് പറഞ്ഞു. പ്രവീൺ ചേട്ടൻ എന്താ അത് അവിടെ? അവൻ പറഞ്ഞത് കേട്ട് പ്രണവേട്ടൻ പെട്ടെന്ന് അകത്തേക്ക് പോയി. എന്താ നടക്കുന്നത് എന്നറിയാതെ ഞാൻ നിന്നപ്പോൾ എൻ്റെ കൈയും പിടിച്ച് ഋഷിയും അവിടേക്ക് പോയി. ഞങ്ങൾ എല്ലാവരും പോകുന്നത് കണ്ട് വാങ്ങിച്ചു കൂട്ടിയ എല്ലാ സാധനങ്ങളും കൊണ്ട് ആ ആര്യയും പ്രണവേട്ടനും ഞാനും ഋഷിയും ചെന്നപ്പോൾ ഞങ്ങളെ എല്ലാവരും നോക്കി ചിരിച്ചുകൊണ്ട് പ്രവീണേട്ടൻ ഇരിക്കുന്നു. നീ അല്ലേ പറഞ്ഞത് പ്രവീണേട്ടൻ എന്തോ പറ്റിയെന്ന്? ഏട്ടൻ ദേഷ്യപ്പെട്ട് അവനോട് ചോദിച്ചു. അയ്യോ ഞാനോ? എപ്പോൾ പറഞ്ഞു? പ്രവീണേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറയാനല്ലേ ഞാൻ വന്നത്. അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം വീണ്ടും ചോദിച്ചു. നീ അല്ലേ നേരത്തെ പറഞ്ഞത് വീട്ടിൽ നിന്ന് വിളിച്ചുവെന്ന്? ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇല്ല എന്നാണല്ലോ അമ്മ പറഞ്ഞത്. ആണോ? അപ്പോൾ കസ്റ്റമർ കെയർ ആയിരിക്കും വിളിച്ചത്. അപ്പോഴാണ് ആര്യ അങ്ങോട്ട് വരുന്നത് കണ്ടത്. ആ, സിനിമ തുടങ്ങാറായി, ചേട്ടൻ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞ് പ്രണവേട്ടനെ സീറ്റിലേക്ക് തള്ളിവിട്ടു. ഏട്ടൻ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നു. അടുത്തത് ഞാൻ പോയിരുന്നു. എൻ്റെ അടുത്ത് ഋഷിയും. അപ്പോൾ ഞാനെവിടെയാണ് ഇരിക്കുന്നത്? ആര് ദേഷ്യപ്പെട്ട് ചോദിച്ചു. ദാ ഇവിടെ ഇരുന്നോ, അടുത്ത് കിടന്ന സീറ്റിനെ ചൂണ്ടി ഋഷി പറഞ്ഞു. അവസാനം വേറെ വഴിയില്ലാതെ അവിടെ തന്നെ ഇരുന്നു. സിനിമ വീണ്ടും തുടങ്ങിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞത്. നമ്മൾ വന്നത് തമിഴ് സിനിമയ്ക്കായിരുന്നു. എൻ്റെ ചോദ്യം കേട്ട് പ്രണവേട്ടൻ എന്നെ നോക്കി. അപ്പോൾ ഇതുവരെ നീ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു? ആ മറുപടിക്ക് ഒന്ന് ചിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇരുവശങ്ങളിൽ കിടന്നുറങ്ങുന്ന പ്രവീണേട്ടൻ്റെയും ഋഷിയുടെ ഇടയിൽ ഞാനും പ്രണവേട്ടനും ഇരുന്നു. ആരോ തട്ടി വിളിക്കുന്നത് കേട്ടാണ് എഴുന്നേറ്റത്. നോക്കിയപ്പോൾ പ്രണവേട്ടൻ്റെ തോളിൽ തലചായ്ച്ചാണ് ഞാൻ കിടന്നത്. അപ്പോഴാണ് സിനിമ തീർന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഞാൻ എഴുന്നേറ്റു. അപ്പോൾ കണ്ണും തിരുമ്മി ഋഷിയും എഴുന്നേറ്റു. രതീഷ്, എണീക്കൂ രതീഷ്. അപ്പോഴും കിടന്നുറങ്ങുന്ന പ്രവീണേട്ടനെ തട്ടി വിളിച്ചുണർത്തി. എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വന്നതുപോലെയായിരുന്നു അങ്ങോട്ടുള്ള യാത്രയും. ഞാൻ പ്രണവേട്ടൻ്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ. നമുക്ക് ബീച്ചിൽ പോയാലോ? വീണ്ടും ആ ആര്യ പറഞ്ഞപ്പോൾ അതിനെ കാറിൽ നിന്ന് തള്ളിയിടാനാണ് തോന്നിയത്. ഇനി വീടെത്തുന്നതുവരെ മിണ്ടിയ കാറിൽ നിന്ന് ഞാൻ തള്ളിയിട്ട് കൊല്ലും പന്നി. സഹിക്കട്ടെ എൻ്റെ മനസ്സിലുള്ളത് തന്നെ ഋഷിയും പറഞ്ഞപ്പോൾ അവൾ സൈലൻ്റായി. വീടെത്തിയതും ഋഷി നേരെ വന്ന് സോഫയിൽ കിടന്നു. പ്രവീണേട്ടൻ നേരെ റൂമിലും. പ്രണവേട്ടൻ പോവാൻ തുടങ്ങിയതും പ്രണവേട്ട, ഏട്ടൻ തിരിഞ്ഞ് അവളെ നോക്കി. ഗുഡ് നൈറ്റ് അവൾ എളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സോഫയിൽ കിടക്കുന്ന ഋഷി തല ഉയർത്തി പറഞ്ഞു. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ് അവൻ പറഞ്ഞപ്പോഴാണ് ഞാനും സമയം ശ്രദ്ധിച്ചത്. സമയം 1 ആവാറായി. ഏട്ടൻ വീണ്ടും മൈൻഡ് ചെയ്യാതെ റൂമിൽ പോയി. ഞാനും പിന്നാലെ പോയപ്പോൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു. ഋഷി പറഞ്ഞതുപോലെ ഇവളെൻ്റെ ഉറക്കം കെടുത്താൻ വന്നത് തന്നെയായിരുന്നു. രാവിലെ അല്പം വൈകിയാണ് എഴുന്നേറ്റ്. പ്രണവേട്ടൻ അപ്പോഴും കിടന്നുറങ്ങുന്നു. ഞാൻ സമയം കളയാതെ കുളിച്ച് റെഡിയായി പുറത്തു പോയപ്പോൾ രാവിലെ കണ്ട പോലെ ഋഷി സോഫയിൽ തന്നെ കിടക്കുന്നു. അടുക്കളയിൽ നോക്കിയപ്പോൾ ആ ആര്യ അവിടെ ഇരുന്ന് അമ്മയോട് സംസാരിക്കുന്നു. അമ്മ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ വന്നപ്പോൾ അവളോട് അധികമൊന്നും സംസാരിക്കാതെ അമ്മ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ ചായം കൊണ്ട് ഹാളിലേക്ക് പോയി. സ്വാതിയെ വിളിക്കാൻ വേണ്ടി ഞാനും അടുക്കളയിൽ നിന്ന് പോയി. അപ്പോഴാണ് സോഫയിൽ കിടക്കുന്ന ഋഷിയുടെ മുഖത്ത് അവൾ വെള്ളം തെറിപ്പിച്ചത്. അവൻ എഴുന്നേറ്റു. പാതിരാത്രി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ വിളിച്ചുകൊണ്ടു പോകും, രാവിലെ ഉറങ്ങാനും സമ്മതിക്കൂല. അപ്പോൾ സ്വാതി എവിടേക്ക് വന്നു. സ്വാതിയെ കണ്ട അവൾ ചോദിച്ചു, ഇതാരാ? ഗായത്രി മോളുടെ അനിയത്തിയാ സ്വാതി. ഓ, ഏട്ടത്തിയുടെ അനിയത്തി എന്താ ഇവിടെ? അമ്മ ഉള്ളത് കൊണ്ടാണ് എന്നെ ഏട്ടത്തി എന്ന് വിളിച്ചതെന്ന് മനസ്സിലായി. ഇത് ഗായത്രി ഏട്ടത്തിയുടെ വീടും കൂടിയാണ്. ഇപ്പോൾ ഏട്ടത്തിയുടെ അനിയത്തിക്കും ഇവിടെ നിൽക്കാം. ഋഷി പറഞ്ഞപ്പോൾ അവളുടെ വാ അടഞ്ഞു. ചേച്ചി, ഞാൻ ഇറങ്ങുവാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോമോളെ. അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചതിന് ശേഷമേ അവളെ വിട്ടുള്ളൂ. എന്നോട് യാത്ര പോയതിനൊപ്പം ഋഷിക്കൊരു കള്ളനോട്ടം കൊടുക്കാനും അവൾ മറന്നില്ല. സ്വാതി പോയപ്പോൾ അമ്മ അകത്തേക്ക് പോയി. അമ്മ അകത്ത് പോയതിൻ്റെ പിന്നാലെ രോഹിണി ചേച്ചി താഴേക്ക് വന്നു. അടുത്ത ചേച്ചിയായിരുന്നു അവരുടെ വേട്ടാമൃഗം. ചേച്ചിയെ പിടിച്ചിരുത്തി കത്തിയടിയോട് കത്തിയടി. രോഹിണി ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇവരുടെ തള്ളു കേട്ട് മാസം തികയുന്നതിന് മുമ്പ് പുറത്തു വരുമോ? വീണ്ടും ഋഷി പറഞ്ഞു. പാവം ചേച്ചി കുറേ നേരം അവരുടെ വാചകടിയും കേട്ടിരുന്നു. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഞാനും ഋഷിയും അവളും മാത്രമായി അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് എതിരെയുള്ള സോഫയിൽ കാലുമക്കാലേറ്റിയിരുന്ന് ടേബിളിൽ കിടന്ന പത്രം വായിക്കാൻ തുടങ്ങി.
ഭാര്യയെ ഉപേക്ഷിച്ച ഭർത്താവ് കാമുകിയോടൊപ്പം ഒളിച്ചോടി. അവൾ ഉറക്കെ വായിച്ചു. ഈ പത്രം ഞാനും വായിച്ചതായിരുന്നല്ലോ. ഇങ്ങനെയൊരു തലക്കെട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഭാര്യമാർക്ക് കഴിവില്ലാതെ പോയാൽ ഇങ്ങനെ ഭർത്താക്കന്മാർ പോകും അല്ലേ ഏട്ടത്തി? അവൾ എന്നെ ഒന്ന് ആക്കിയതുപോലെ പറഞ്ഞു. ഉടനെ അടുത്ത് ഋഷി വേറെ ഷീറ്റ് പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച യുവതിയെ ഭാര്യ ഉലക്കൊക്കെ അടിച്ചു കൊന്നു. അത് കേട്ടതും അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. ഭാര്യമാരായാൽ ഇങ്ങനെ വേണം അല്ലേ ആര്യെ? അവൾ ചോദിച്ച അതേ ടോണിൽ അവൻ തിരിച്ചു ചോദിച്ചു. അല്ലെങ്കിലും പകരത്തിന് പകരം കൊടുക്കാൻ എൻ്റെ ഋഷി കഴിഞ്ഞേ ഉള്ളൂ ആരും. കുറച്ചു കഴിഞ്ഞ് പ്രണവേട്ടൻ താഴേക്ക് വന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. കമ്പനിയിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും, വരാൻ താമസിക്കും. എന്നോടൊരു വാക്കുപോലും പറയാതെ പുറത്തു പോയിക്കൊണ്ടിരുന്ന പ്രണവേട്ടനിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. പ്രണവേട്ടൻ പോകാൻ തുടങ്ങിയതും അവൾ വന്നു നിന്നു. പ്രണവേട്ട, എന്നെ ഒന്ന് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് ഡ്രോപ്പ് ആക്കോ? ആദ്യം നീ പോയി പല്ല് തേക്കടി, എന്നിട്ട് മുഖം വെളുപ്പിക്കാം, വീണ്ടും ഋഷി പറഞ്ഞു. അവൾ അവനെ തറപ്പിച്ചു നോക്കി. ഒരു ലോഡ് പുച്ഛം തിരിച്ചു വിതറി ഋഷിയും. കുറച്ചു കഴിഞ്ഞ് പ്രവീണേട്ടൻ ഇറങ്ങും, ചേട്ടനോട് പറഞ്ഞാൽ മതി ഡ്രോപ്പ് ചെയ്യാൻ എന്ന് അവളുടെ മുഖത്ത് നോക്കി പറയാതെ വീണ്ടും എൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കിയതിന് ശേഷം പ്രണവേട്ടൻ പോയി. അവൾ നേരെ അവളുടെ മുറിയിലും. പിന്നീട് കുറച്ചു നേരത്തേക്ക് ആ പെണ്ണിൻ്റെ ശല്യമില്ലായിരുന്നു. വീണ്ടും രാത്രിയായപ്പോൾ വന്നു. അല്ല, നീ എന്താ ഇന്ന് കോളേജിൽ പോവാതിരുന്നത്? രോഹിണി ചേച്ചി ഋഷിയോട് ചോദിച്ചു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി കോളേജിലേക്ക് പോകുന്നില്ല. അതെന്താടാ, സസ്പെൻഷൻ അടിച്ചോ? ചിലരെയൊക്കെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കുന്നത് വരെ ഞാൻ സസ്പെൻഷനിൽ തന്നെയാണ്. ആര്യയെ നോക്കി ഋഷി പറഞ്ഞു. അവൻ പറഞ്ഞത് മനസ്സിലാവാതെ രോഹിണി ചേച്ചി പോയി. മനസ്സിൽ ഇന്നലെ മുതൽ കയറിക്കൂടിയ സംശയം ഋഷിയോട് ചോദിക്കണമെന്ന് തോന്നി. ഋഷി, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഏട്ടത്തി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെയൊന്നുമില്ല എന്നാണ്. ഞാൻ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടത്തി ചോദിക്കാൻ പോകുന്നത് ആ ആര്യവും പ്രണവേട്ടനും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ എന്നല്ലേ? ഞാൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. അതിൻ്റെ ഉത്തരാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ല എന്ന്. എന്നാലും അവളുടെ പെരുമാറ്റമൊക്കെ അതിന് വേറൊരു കാരണമുണ്ട്. ഏട്ടത്തി, അവൾക്ക് പ്രണവ് ചേട്ടനോട് ഒരു ഇഷ്ടമൊക്കെ പണ്ടേ ഉണ്ട്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി. പേടിക്കണ്ട, ഞാൻ പറയാതെ തന്നെ ഏട്ടത്തിക്ക് ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ. അമ്പിനും വില്ലിനും അടുക്കാത്ത ആളാണ്. ഇതുപോലത്തെ ഒരു പെണ്ണിന് വീഴുമോ? എന്നാലും അതൊന്നും ഓർത്ത് ഏട്ടത്തി പേടിക്കേണ്ട. ആ സാധനം പണ്ട് മുതലേ എനിക്കൊരു പാരയാണ്. അപ്പോഴാണ് അവൾ ആരെ ഞങ്ങൾക്കിടയിലേക്ക് വന്നത്. എന്താ ഒരു രഹസ്യം? ഒന്നില്ല. ഗായത്രി ഏട്ടത്തിയുടെയും പ്രണവേട്ടയും ലവ് സ്റ്റോറി ഓർക്കുകയായിരുന്നു. അതിന് അവരുടേത് ലവ് മാരേജ് ആയിരുന്നു. പിന്നെ അല്ലാതെ ഒരു അസൽ പ്രേമല്ലേ എന്ന് പറഞ്ഞ് അവൻ തുടങ്ങി. എന്തൊക്കെയോ റൊമാൻറ്റിക് സിനിമയുടെ കഥ പോലെ അവൻ ഞാനും പ്രണവേട്ടനും തമ്മിലുണ്ടായിരുന്ന പ്രേമകഥ പറഞ്ഞു. എന്തൊരു ഭാവന! ഇതൊക്കെ എപ്പോ? ഞാൻ പതിയെ അവൻ്റെ ചെവിയെ ചോദിച്ചു. അവൻ ചുമ്മാ കണ്ണിറുക്കി കാണിച്ചു. എല്ലാം കേട്ടു വിശ്വസിക്കണോ വേണ്ടോ എന്ന രീതിയിൽ അവളും. ഋഷിയുടെ കഥ കേട്ട് നിന്നപ്പോഴാണ് പ്രണവേട്ടനും പ്രവീണനും വന്നത്. പ്രണവേട്ട, ഏട്ടൻ്റെ ലവ് മാരേജ് ആയിരുന്നോ? വന്നതിൻ്റെ പിന്നാലെ അവൾ ചോദിച്ചപ്പോൾ ഞാനും ഋഷിയും പരസ്പരം നോക്കി. ഏട്ടൻ അതേ എന്ന് ഉത്തരം പറയും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലും ആ നാവിൽ നിന്ന് വന്നത് അറേഞ്ച് മാരേജ് ആയിരുന്നു, അത്രമാത്രം പറഞ്ഞു. അത് കേട്ടതും ഒരു വിജയച്ചിരി അവൾ ചിരിച്ചു. അപ്പോൾ അമ്മയും അവിടേക്ക് വന്നു. പ്രണവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് തല തടവുന്നുണ്ടായിരുന്നു. എന്താ മോനെ, തലവേദനിക്കുന്നുണ്ടോ? അമ്മ ചോദിച്ചപ്പോൾ അതേന്ന രീതിയിൽ തലയാട്ടി മുറിയിലേക്ക് പോയി. മോളെ, നീ പോയി വിക്സ് ഇട്ട് കൊടുക്ക്. അവൻ അതൊന്നും തന്നെ ചെയ്യില്ല. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിക്സ് എടുക്കാൻ പോയി. ഞാൻ എടുക്കാൻ വന്നതും അത് ആര്യ എടുത്തു. ഏട്ടത്തിക്ക് അടുക്കളയിൽ ജോലി കാണില്ലേ, ഞാൻ പോയി വിക്സ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയതും ഞാൻ അവളുടെ കൈ പിടിച്ചു. അവൾ എൻ്റെ മുഖത്ത് നോക്കി. അവളുടെ കയ്യിൽ നിന്നും ഞാൻ വിക്സ് വാങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ആരും ബുദ്ധിമുട്ടണ്ട. ആര്യയും അവളോട് തറപ്പിച്ച് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. കട്ടിൽ കിടക്കുമായിരുന്നു. ഞാൻ പതിയെ കട്ടിലിൻ്റെ സൈഡിൽ പോയിരുന്നു. കുറച്ചെടുത്ത് ഏട്ടൻ്റെ നെറ്റിൽ പുരട്ടി കൊടുത്തു. അപ്പോൾ പതിയെ കണ്ണുകൾ തുറന്നു. കുറവുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. ഇപ്പോൾ കുറവുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആ മിഴികൾ അടച്ചു. അവളോട് നമ്മുടേത് പ്രണയവിവാഹമല്ല എന്ന് പറഞ്ഞതിൽ എനിക്കുണ്ടായ ദേഷ്യവും സങ്കടവും അപ്പോൾ മാറി. അല്ലെങ്കിലും ഏട്ടൻ പറഞ്ഞതായിരുന്നല്ലോ സത്യം, ഞങ്ങളുടേത് അറേഞ്ച് മാരേജ് തന്നെയാണല്ലോ. കല്യാണം കഴിഞ്ഞല്ലേ ഞങ്ങൾ പ്രണയിച്ചത്. എപ്പോഴോ ആ ഇരിപ്പിൽ ഞാനും അങ്ങനെ തന്നെ ഇരുന്നുറങ്ങി. രാവിലെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അപ്പോഴും എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പ്രണവേട്ടനെ ആയിരുന്നു. പതിയെ പ്രണവേട്ടൻ്റെ തലയെടുത്ത് തലേണിൽ വെച്ച് ഞാൻ എഴുന്നേറ്റു. അടുക്കളയിൽ നിന്ന് മുറിയിലോട്ട് പോകാൻ തുടങ്ങിയ എൻ്റെ മുമ്പിൽ അവൾ നിന്നു. അവളെ വക വയ്ക്കാതെ ഞാൻ പോകാൻ തുടങ്ങിയതും അവൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ എന്തും സംസാരിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കാറുള്ളൂ.
അതുകൊണ്ട് പറയുകയാണ്, പ്രണവേട്ടനെ എനിക്കിഷ്ടമാണ്, ഒഴിഞ്ഞു തന്നാൽ അത്രയും ഉപകാരം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല, പകരം കൊടുത്തു, അവളുടെ കരണത നോക്കി തന്നെ. എനിക്കാദ്യം പ്രതികരിച്ച ശീലമുള്ളൂ, എന്നിട്ടാണ് സംസാരം. യു എന്നെ തല്ലിയല്ലേ? എൻ്റെ പപ്പയും അമ്മയും പോലും എന്നെ തല്ലിയിട്ടില്ല. ആ, അതിൻ്റെ എല്ലാ ദോഷവും നിന്റെ സ്വഭാവത്തിലുണ്ട്. ഞാൻ നിന്നെ തല്ലിയത് 2 കാരണം കൊണ്ടാണ്. 1, അന്യപെണ്ണിൻ്റെ പുരുഷനെ ആഗ്രഹിച്ചതിന്. 2, സഹോദരനെ പോലെ കണ്ട് സ്നേഹിക്കേണ്ട മനുഷ്യനെ തെറ്റായ കണ്ണോടെ നോക്കിയതിന്. ഇന്നത്തോടെ നിർത്തിയ നിനക്ക് കൊള്ളാം. അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ദേഷ്യത്തോടെ അവൾ പോയി. ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നതിന് ശേഷം ഞാൻ തിരിഞ്ഞതും എല്ലാം കണ്ടുകൊണ്ട് പ്രണവേട്ടൻ നിൽക്കുന്നു. ഏട്ടൻ എൻ്റെ കൈയും പിടിച്ച് റൂമിലേക്ക് പോയി. എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചു, നീ എന്തിനാ അവളെ തല്ലിയത്? ദേഷ്യത്തോടെയല്ല, എന്നാൽ ഒരു രോഷവും ആ സ്വരത്തിലുണ്ട്. അന്ന് കമ്പനിയിൽ വെച്ച് ഒരുത്തനെ ഏട്ടനെന്തിനാ തല്ലിയത്? അതേപോലെ തന്നെയാ ഇവിടെ ഞാൻ അവളെ തല്ലിയതും. പ്രണവേട്ടൻ ഒന്നും പറയാതെ മുഖം തിരിച്ചപ്പോഴാണ് ആ ടാറ്റുവിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഈ ടാറ്റു. അത് കേട്ടപ്പോൾ വീണ്ടും ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി. ഇതുപോലെ ഒന്നുമല്ലേ അവളുടെ കഴുത്തിലുള്ളത്? അത് ബാക്കി പറയാൻ അനുവദിക്കാതെ മുടികളുടെ ഇടയിലൂടെ ഇടുപ്പിൽ പിടിച്ച് എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു, ഞാൻ അടിച്ചിട്ടുള്ളത് പോലത്തെ ടാറ്റു മാത്രമേ അവളുടെ കഴുത്തിലുള്ളൂ. ഞാൻ കെട്ടിയ താലിയില്ല. എന്തു പറയണമെന്നറിയാതെ ഞാൻ കുനിഞ്ഞു നിന്നു. ഗായത്രി, ആദ്യമായി ആ നാവിൽ നിന്നും എൻ്റെ പേര് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല കണ്ണു നിറഞ്ഞത്.